തീർച്ചയായും സേതുലക്ഷ്മി, ഈ ഉദ്ഘാടന ചടങ്ങ് പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഘോഷയാത്ര ആരംഭിക്കാനുള്ള സജ്ജീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനുള്ള കൂപ്പണുകൾ ഓരോരുത്തർക്കും, അതായത് എത്രാമത്തെ നമ്പർ വെച്ചാണ് ഓരോ ഫ്ലോട്ടുകളും പുറത്തിറങ്ങേണ്ടതെന്നടക്കമുള്ള കൃത്യമായ നിർദ്ദേശം സംഘാടകരുടെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടുണ്ട്. അത് ഈ വേദിയുടെ മുൻപിൽ നിന്ന് തന്നെയായിരിക്കും ഈ ഘോഷയാത്ര കടന്നു പോവുക. എൻ്റെ മുൻപിൽ ഭാഗത്താണ് വേദിയുള്ളത്. അവിടെ നിന്ന് ഈ ഘോഷയാത്ര നീങ്ങി വേദിയുടെ മുൻവശത്തോടെ നീങ്ങി എൻ്റെ വലതുഭാഗത്തൂടെ കടന്ന് ഇവിടുന്ന് ഗ്രൗണ്ടിന് പുറത്തേക്ക് ഇറങ്ങും. അതിനുശേഷമാകും ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ചുറ്റി സ്റ്റാച്യു ജംഗ്ഷനിലേക്ക് എത്തി അവിടെ നിന്ന് തിരിഞ്ഞ് പൂർണ്ണത്രയീശ ക്ഷേത്രം വഴി കറങ്ങി ഇവിടെ തന്നെ ഉച്ചയ്ക്ക് ശേഷം ഈ ഘോഷയാത്ര സംഗമിക്കും. ആ രീതിയിലാണ് ഇവിടെ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരുപാട് പേർ ഈ പരിപാടികൾ കാണാനായി എത്തിയവരുണ്ട്. എല്ലാ തവണയും വരുന്നതാണോ? എങ്ങനെയുണ്ട് ഇത്തവണ? എങ്ങനെയുണ്ട്? ഓരോ തവണയും അടിപൊളി പരിപാടിയാവാറുണ്ടല്ലേ? വളരെ സന്തോഷകരമാണ്. കാരണം ഇന്നത്തെ ക്ലൈമറ്റ് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പങ്കെടുക്കാനും കാണാൻ പറ്റും. രാവിലെ ഒരു മഴ പെയ്തപ്പോ ഇത് ചെയ്തു, പക്ഷെ ഇപ്പൊ നല്ല വെയിലായി അല്ലേ? നല്ല വെയിലായി, നല്ല ചൂടുണ്ട്. പക്ഷെ എന്നാലും അത് ആസ്വദിക്കുന്നുണ്ട് ആൾക്കാർ. ആണെങ്കിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം വലിയ പ്രശ്നങ്ങളില്ലാതെ മഴയൊന്നും ഇല്ലാതെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അതാണ്, ഒരുപാട് പേര് ഇത് കാണാനായി എത്തുന്നുണ്ട്. ഈ കാണുന്ന ആളുകളല്ല, ഇത് കഴിഞ്ഞിട്ട് ഇനി റോഡിന്റെ അരികില് ബാരിക്കേഡുകൾക്കപ്പുറത്ത് ഈ ഘോഷയാത്ര കാണാൻ കാത്തു നിൽക്കുന്ന ഒട്ടനേകം ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് ഈ പരിപാടി കാണാനുണ്ട്. എല്ലാ തവണയും വരുന്നതാണോ ഘോഷയാത്ര കാണാൻ? ആദ്യമായിട്ടാണോ വരുന്നത്? അല്ല, ഞങ്ങൾ 2 തവണയായി. എല്ലാ തവണയും അവിടെ റോഡിൽ പോകാറുണ്ടോ? ഉണ്ട്. ഇവിടെ വന്ന് കാണും. ഇവിടെ വന്ന് കാണും. എങ്ങനെയുണ്ട് ഇത്തവണത്തെ പരിപാടിയൊക്കെ? എങ്ങനെയുണ്ട്? ഉഷാറാണോ? ഓണത്തിന്റെ ഒരു വൈബ് കിട്ടൂലേ ഇന്നുകൊണ്ട്? അതാണ്, ഈ അത്തച്ചമയ ഘോഷയാത്ര കാണാൻ എത്തിക്കഴിഞ്ഞാൽ ഓണത്തിന്റെ ഒരു വൈബിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പിന്നെ അങ്ങോട്ട് ഓണത്തിന്റെ ദിവസങ്ങളാണ്, ഓണാഘോഷത്തിന്റെ ദിവസങ്ങളാണ്. ആ ഒരു എല്ലാ തരത്തിലും ആ ഒരു മൂഡിലേക്ക് മലയാളികൾ മാറുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. തൃപ്പൂണിത്തുറ അത്തച്ചമയം ഏറെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ്. ഏറെ മനോഹരമായ ഒരു വീഥികളാണ് ഇവിടെ ഉള്ളതെല്ലാം തന്നെ. അപ്പോൾ ആ വീഥികളിലൂടെ ഇന്ന് ഈ അത്തച്ചമയത്തിന്റെ 53 ഫ്ലോട്ടുകൾ അടങ്ങുന്ന ഘോഷയാത്ര പോകുന്നത്. ആ ഘോഷയാത്ര കടന്നു പോകുന്ന ദിവസങ്ങളൊക്കെ സമയങ്ങളൊക്കെ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇത് കാണാനായി കാത്തിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, ഈ തൃപ്പൂണിത്തുറ നിന്നുള്ള ആളുകൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ജില്ലയ്ക്ക് പുറത്തുള്ള സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ തൃപ്പൂണിത്തുറ അത്തച്ചമയം കാണാനായി വരാറുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പോൾ ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്.